മഴതോരും മുൻപിൽ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ത്രില്ലിംഗ് എപ്പിസോഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. നിഗൂഢകൾ നിറഞ്ഞ ആ ഒരു കാടിന്റെ നടുവിലെ എസ്റ്റേറ്റിൽ വളഞ്ഞു പോകുന്ന ആ ഒരു വിജനമായ റോഡിൽ വല്ലാത്ത നിശബ്ദതയായിരുന്നു. ആർക്കും പെട്ടെന്നിനെ കടന്നു ചെല്ലാൻ കഴിയാത്ത വിധം ഭയാനകമായ അന്തരീക്ഷം. അവിടെയാണ് ആ കാടിന്റെ നടുവിലാണ് ഒറ്റപ്പെട്ടു നിൽക്കുന്ന വലിയൊരു കൊട്ടാരം പോലെയുള്ള വീടുള്ളത്. കണ്ടാൽ തന്നെ ആരുടെയും ഉള്ളിലൊരു ഭയം തോന്നും. അവിടെയാണ് സ്റ്റാൻലി ജോസഫ് താമസിക്കുന്നത്. നാട്ടുകാർക്കൊക്കെ ലാലിച്ചനാണെങ്കിലും അയാളുടെ യഥാർത്ഥ പേരാണ് സ്റ്റാൻലി. പട്ടാളത്തിൽ കർക്കശമായ ചെറ്റവളവും കർക്കശവും അയാളുടെ വ്യക്തിജീവിതത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ ആ ഒരു സ്വഭാവമായി പൊരുത്തപ്പെടാൻ കഴിയാതെ ഭാര്യയും മക്കളും അയാളെ വിട്ടുപോയി. ഇപ്പോൾ ഈ വലിയ ബംഗ്ലാവിൽ അയാൾ തീർത്തും ഒറ്റക്കാണ്. കൂടെയുള്ളത് കുറച്ച് നായ്ക്കൾ മാത്രം. വെറും നായ്ക്കളല്ല, ഒറ്റ നോട്ടത്തിൽ തന്നെ ചോരയൊലിക്കുന്നത് പോലെ ഭയപ്പെടുത്തുന്ന ഇനങ്ങൾ. അയാൾ വിളിച്ച വിളിപ്പുറത്തെത്തുന്ന അയാളുടെ നോട്ടം കൊണ്ട് ശാന്തരാവാത്ത കാവൽക്കാരൻ. നാട്ടുകാർക്ക് അയാൾ വലിയ പേടിയാണ്. പട്ടാളത്തിൽ വെച്ച് പലരെയും കൊന്നിട്ടുണ്ട്. എപ്പോഴുമുള്ള മദ്യലഹരിയിൽ കിടക്കുന്ന കയ്യിലൊരു ഇരട്ടക്കുഴൽ തോക്കുമായിട്ട് നടക്കുന്ന ആ ഒരു സ്റ്റാൻലി. അയാളുടെ അടുത്തേക്ക് വരാൻ പണിക്കാർക്ക് പോലും ഭയമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അയാളുടെ ദിവസം തുടങ്ങുന്നത് മദ്യത്തിലാണ്. ഇന്നും പതിവ് തെറ്റിച്ചില്ല. സിറ്റൗട്ടിൽ വലിയ കസേരയിൽ അയാൾ ഇരിക്കാണ്. ചുണ്ടിൽ പുകയുന്ന സിഗരറ്റും കയ്യിൽ മദ്യവും. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു നായ അങ്ങോട്ടേക്ക് ഓടി വന്നു. പിന്നാലെ വേറെ മൂന്നാലെണ്ണം കൂടി അങ്ങോട്ടേക്ക് കിതച്ചെത്തി. എവിടെയായിരുന്നടാ നിങ്ങളൊക്കെ? സ്റ്റാൻലി ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ ചോദിച്ചു. നായ്ക്കൾ വാലാട്ടി അയാളുടെ ചുറ്റും കൂടി. സിറ്റ് ഡൗൺ. ഒറ്റ ആജ്ഞയിൽ അവെല്ലാം തികഞ്ഞ അനുസരണയോടെ അയാളുടെ കാൽച്ചുവട്ടിലിരുന്നു. അയാളുടെ കണ്ണുകളിൽ ഒരു ഭാവഭേദവുമില്ലായിരുന്നു. മദ്യത്തിന്റെ ലഹരിയിലും അയാളുടെ ശ്രദ്ധ ചുറ്റുപാടിലുമാണ്. കയ്യിലിരിക്കുന്ന തോക്കിൽ അയാളുടെ വിരലുകൾ എപ്പോഴും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സമയം സ്റ്റാൻലിയുടെ ആ ഒരു ബംഗ്ലാവിലേക്ക് ഒരു കാറ് പതുക്കെ വന്ന് കടന്നു വരികയാണ്. അതിൽ ബാലേന്ദ്രമേനനും ഗോവർദ്ധനനും ഉണ്ടായിരുന്നു. കാറ് മുന്നോട്ട് പോകുന്തോറും ഗോവർദ്ധനന് നെഞ്ചിരിപ്പ് കൂടിക്കൊണ്ടിരുന്നു. അവൻ ഈ സ്ഥലത്തെക്കുറിച്ചോ സ്റ്റാൻലിയെക്കുറിച്ചോ യാതൊരുവിധ പിടിപാടുമില്ല. അലീനയുടെ അച്ഛനാണ് അയാളെന്നൊന്നും ഗോവർദ്ധൻ അറിയില്ലായിരുന്നു. കഥ അറിയാതെ ആട്ടം കാണുന്ന അവസ്ഥയിലായിരുന്നു അവൻ. കാറിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഗോവർദ്ധനും വല്ലാതെ ഭയന്നു. ബാലേട്ട, ഇതൊരു പഴയ കൊട്ടാരം പോലെയുണ്ടല്ലോ. ഇവിടെ മനുഷ്യരാരെങ്കിലും താമസിക്കുന്നുണ്ടോ? ആളനക്കമുള്ള വഴിയാണെന്ന് പോലും തോന്നുന്നില്ല. കണ്ടിട്ട് തന്നെ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു, അവൻ വിറയലോടെ പറഞ്ഞു. ബാലേന്ദ്രൻ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് നോക്കി. അയാൾ ഒരു പട്ടാളക്കാരനല്ലേ ഗോവർദ്ധന? അയാൾക്ക് എന്താ പേടിക്കാന്? നമ്മൾ ഇത്രയും ദൂരം താണ്ടി ഇവിടെ വരെ വന്നത് അയാളെ കാണാനല്ലേ? കണ്ടിട്ടേ നമ്മൾ തിരിച്ചു പോകത്തുള്ളൂ. അല്ല ബാലേട്ട, ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടില്ലേ, അയാളുടെ നായ്ക്കളൊക്കെ ഭയങ്കരമാണെന്ന്. നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഇനിയിപ്പോൾ നായ്ക്കളെങ്ങാനും നമ്മൾ കടിക്കാനങ്ങ് വരുമോ? ഗോവർദ്ധൻ ശബ്ദം പതറുന്നുണ്ടായിരുന്നു. ബാലേന്ദ്രൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. ഹേയ്, അതൊന്നും നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ അയാളോട് സൗഹൃദ സംഭാഷണത്തിന് വന്നതാണ്. അതുകൊണ്ട് നീ വെറുതെ പേടിക്കാതെ ധൈര്യമായിട്ടിരിക്ക്. കാലം മുന്നോട്ട് കിടക്കുന്നവരും നായ്ക്കളുടെ ഭയങ്കരമായ കുര തുടങ്ങി. ആ പ്രദേശം മുഴുവൻ നായ്ക്കളുടെ ശബ്ദം കൊണ്ട് നിറഞ്ഞു. ഗോവർദ്ധൻ സീറ്റിലേക്ക് ഒതുങ്ങിയിരുന്നു. എനിക്ക് എന്താണെങ്കിലും വല്ലാതെ പേടിയാവുന്നുണ്ട് ബാലേട്ട, ഞാൻ ഇറങ്ങുന്നില്ല. ബാലേട്ടൻ പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ കാറിലിരുന്നോളാം. സൂക്ഷിക്കണം ബാലേട്ട, അയാൾ ഏത് തരക്കാരനാണ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ, അവൻ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. നീ എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നത്? നീ ഇവിടെ ഇരിക്ക്, ഞാനില്ലേ, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ബാലേന്ദ്രൻ കാറിൽ നിന്നും ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അയാളുടെ മുഖത്ത് ഒരു തരിമ്പ് പോലും ഭയമില്ലായിരുന്നു. ഉള്ളിൽ ചെറിയൊരു ആശങ്ക പോലും. അതൊന്നും പുറത്ത് കാണിക്കാതെ അയാൾ നേരെ ആ ഒരു ബംഗ്ലാവിന്റെ പടികൾ കയറി അങ്ങോട്ടേക്ക് കയറി. വളരെ ദൂരെ കടപ്പാട്ടൂർ വീട്ടിൽ അലീന കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം ആ വീട്ടിൽ എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു. രോഹിത്തിനും ബബിതക്കൊക്കെ അവിടെ നിന്ന് പോയതിന്റെ സങ്കടവും നഷ്ടബോധവും മാറുന്നുണ്ടായിരുന്നില്ല. 2 ദിവസം അവിടെ അടിച്ചു പൊളിച്ചതിന്റെ ഓർമ്മകൾ അവരുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, അലീന ചേച്ചി, രേവതി ചേച്ചി ഒന്ന് വിളിച്ചു നോക്ക്, അവർ അവിടെ എത്തിയോ എന്തൊന്ന് ചോദിക്കാലോ. അലീന ഫോണെടുത്ത് രേവതിക്കുട്ടിയെ വിളിച്ചു. അവർ അവിടെ എത്തിയെന്നും മറ്റു വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഫോൺ വിളിച്ചോ കൃഷ്ണമോൾക്ക് വീണ്ടും സങ്കടം വരികയാണ്. ഷെടാ, ഈ എക്സാം ഇല്ലാത്ത സമയത്തായിരുന്നെങ്കിൽ നമുക്ക് 2 ദിവസം കൂടെ അവിടെ നിൽക്കാമായിരുന്നു. ഇനിയിപ്പോൾ അച്ഛൻ വന്നിട്ട് പോയാൽ മതിയായിരുന്നു. അച്ഛൻ ഇന്ന് വരുമോ അലീന ചേച്ചി? അലീനയുടെ മുഖത്ത് ചെറിയൊരു വിഷമം മേടിച്ചു. അറിയില്ല മോളെ, അച്ഛൻ എന്തോ ആവശ്യത്തിന് പോയതല്ലേ, പോയിട്ട് വരട്ടെ. നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ രോഹിത് തന്റെ മുറിയിലേക്ക് നടന്നു. അവന്റെ മനസ്സിൽ രേവതിക്കുട്ടി മാത്രമായിരുന്നു. അവളോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങൾ അടിയും പിടിയും ഒടുവിൽ തോന്നിയ ആ ഒരു ചെറിയൊരു ഇഷ്ടം. രോഹിത് ഫോണെടുത്ത് രേവതിക്കുട്ടിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. കുറച്ചു നേരം റിംഗ് ചെയ്തപ്പോൾ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാ? രേവതിക്കുട്ടി ചോദിച്ചു. അവൾക്ക് നമ്പർ കണ്ടപ്പോൾ തന്നെ ശരിക്കും മനസ്സിലായിരുന്നത് രോഹിത്താണെന്ന്. ഞാൻ രോഹിത്താണ്. ഓ, മനസ്സിലായി. അല്ല, ഇപ്പം എന്താ വിളിച്ചേ? അവളുടെ ശബ്ദത്തിൽ ചെറിയൊരു കുസൃതി ഉണ്ടായിരുന്നു. അല്ല, ഇവിടെ എത്തിയെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ, രോഹിത് പരിങ്ങലോടെ പറഞ്ഞു. ഓ, അങ്ങനെയാണോ? അത് അലീന ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവൾ വിടുന്ന മട്ടില്ല. അതെയാണല്ലേ? നമ്മളായിട്ട് ഒരു മര്യാദക്കൊക്കെ വിളിച്ചു പറയണ്ടേ, അതിന് വിളിച്ചതാ. ആയിക്കോട്ടെ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
പിന്നെ അവൾ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് രോഹിത്തിന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം നിറയാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് സംസാരിക്കുന്നത് പോലെ ഒരു ഫീലിംഗ്. ആ സംസാരം അവന്റെ എല്ലാ വിഷമങ്ങളും മാറ്റുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അലീനയുടെ ഫോൺ ശബ്ദിച്ചു. മനുശങ്കര വിളിച്ചത്. അവൾ ഫോൺ എടുത്തു. അലീന, ഗംഗാധരൻ വല്യച്ഛൻ നീലഗിരിയിൽ നിന്നും വന്നിട്ടുണ്ട്. മനുശങ്കർ കുറിച്ച് ഗൗരവത്തിലാ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ അലീനയുടെ നെഞ്ചൊന്ന് പിടിഞ്ഞു. എന്തോ ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ദൂരെ നിന്നും അങ്കിൾ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. മനുവേട്ട, ഞാൻ ഇവിടെ നിന്നും പോകുമെന്നറിഞ്ഞിട്ട് വന്നതാണോ വല്യച്ഛൻ? അലീനയുടെ ശബ്ദത്തിൽ ആശങ്കയുണ്ടായിരുന്നു. എനിക്കതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് അറിയില്ല അലീന. അച്ഛനുമായിട്ട് എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ചിലപ്പോൾ നീ ഇവിടെ നിന്ന് പോകുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കും. അതോ വേറെന്തെങ്കിലും ആണോ എന്നൊന്നും എനിക്കറിയില്ല, മനുശങ്കർ പറഞ്ഞു. അങ്കിൾ ഇതുവരെ എത്തിയില്ലേ മനുവേട്ടാ? ഇല്ല, എത്തിയിട്ടില്ല. ചിലപ്പോൾ ഇന്നെങ്ങാനും എത്തും, അല്ലെങ്കിൽ നാളെ വരൂ. കുറച്ചുകൂടി സംസാരിച്ച് മനുശങ്കർ ഫോൺ വെച്ചു. അലീനയുടെ മനസ്സിൽ 100 കൂട്ടം ചിന്തകൾ ഇങ്ങനെ വട്ടം ചുറ്റി. അച്ഛൻ എങ്ങോട്ടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? ഒരു കാരണവശാലും അച്ഛൻ വെറുതെ ഇവിടെ നിന്നും എല്ലാവരെയും വിട്ടിട്ട് മാറി നിൽക്കില്ല. തക്കതായ ഒരു വലിയ കാരണം ഇതിന് പിന്നിലുണ്ട്. എന്തായിരിക്കും അത്? അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ബംഗ്ലാവിന്റെ പടവുകൾ കയറി വന്ന ബാലചന്ദ്രന്റെ കോളിംഗ് ബെല്ല് വിരലുകൊണ്ട് അമർത്തി. അതോടെ നായ്ക്കളുടെ കുര വീണ്ടും അങ്ങ് ഉച്ചത്തിലായി. കാറിനുള്ളിലിരുന്ന ഗോവർദ്ധനൻ ഇതൊക്കെ കണ്ട് പേടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അകത്തുനിന്നും ഭാരമുള്ള ഒരു കാലച്ച കേൾക്കാൻ തുടങ്ങി. പതുക്കെ ആ ഒരു വലിയ വാതിലങ്ങ് തുറക്കപ്പെട്ടു. ബാലേന്ദ്രൻ മുന്നിലേക്ക് നോക്കി. സ്റ്റാൻലി. ഒത്തൊരാളപ്പൊക്കം, വിശാലമായ നെഞ്ചളവ്. അയാളുടെ മുഖത്ത് ഒരു തരം പരുക്കൻ ഭാവമായിരുന്നു. കയ്യിൽ എപ്പോഴുമുള്ള ആ ഒരു വലിയ തോക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. സ്റ്റാൻലി ബാലചന്ദ്രനെ അടിമുടി നോക്കി. അയാൾക്ക് ബാലേന്ദ്രനെ കണ്ടിട്ട് യാതൊരുവിധ പരിചയവും തോന്നിയില്ല. ആരാ? എന്താ വേണ്ടത്? സ്റ്റാൻലി ഗാംഭീര്യത്തോടെ ചോദിച്ചു. ബാലേന്ദ്രൻ പതറാതെ നിന്നു. ഞാൻ കുറച്ചു ദൂരെ നിന്നാ വരുന്നത്. എനിക്ക് നിങ്ങളെന്ന് കാണണമായിരുന്നു. സ്റ്റാൻലി നെറ്റി ചുളിച്ചു. എന്നെ കാണാനോ? എന്തിന്? അതിന് നമ്മൾ തമ്മിൽ മുൻപ് പരിചയമൊന്നുമില്ലല്ലോ. അതെ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, ബാലേന്ദ്രൻ ശാന്തമായി പറഞ്ഞു. സ്റ്റാൻലി അയാളെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അയാൾ നല്ല മദ്യലഹരിയിലാണെന്ന് ബാലേന്ദ്രന് മനസ്സിലായി. എപ്പോഴും ഈ മദ്യലഹരിയിലാണെന്ന് ബാലേന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ആ ലഹരിയിലും അയാൾക്ക് അതൊരു കൂസലുമില്ലാതായിരുന്നു. കയ്യിലിരുന്ന് തോക്ക് ഏത് നിമിഷവും ഗർജിക്കാൻ തയ്യാറാണ് എന്ന് ആ ഒരു തോന്നിപ്പിക്കലും ആ ഒരു വിധമായിരുന്നു അയാളുടെ നിപ്പ്. വന്നയാൾ ശത്രുവാണോ മിത്രമാണോ എന്ന് അയാൾക്ക് ഉറപ്പില്ലായിരുന്നു. ഒടുവിൽ സ്റ്റാൻലി ഒന്ന് മൂളി. അകത്തേക്ക് വന്നിരിക്കാൻ അയാൾ ആംഗ്യം കാണിച്ചു. ബാലേന്ദ്രൻ യാതൊരുവിധ പേടിയും തോന്നില്ല. അയാൾ അകത്തേക്ക് കയറി കസേരയിലിരുന്നു. എവിടെ തുടങ്ങണം, എങ്ങനെ പറയണമെന്നറിയാതെ ആദ്യം ഒന്ന് പതറി. പെട്ടെന്ന് തന്നെ നേരിട്ട് കാര്യം പറയാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ഇവിടെ തനിച്ചാണോ താമസിക്കുന്നത്? ബാലേന്ദ്രൻ സംസാരിക്കാൻ തുടങ്ങി ചോദിച്ചു. സ്റ്റാൻലി മുഖം പെട്ടെന്നങ്ങ് വലിഞ്ഞു മുറുകി. ഓ, ഇത് ചോദിക്കാനാണോ താങ്കൾ ഇവിടെ വരെ വന്നത്? അയാളുടെ ശബ്ദമുയർന്നു. അല്ല, ബാലേന്ദ്രൻ പറഞ്ഞു. പിന്നെ തങ്ങൾ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ പറ, അതാണ് എനിക്കറിയേണ്ടത്. അത് ഒരു കാര്യവുമില്ലാതെ ഞാൻ ഇത്രയും ദൂരം ഇവിടെ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചിട്ട് വരില്ല എന്ന് നിങ്ങൾക്കറിയാലോ. ഹാ, അതെനിക്കറിയാം. എന്ത് കാരണത്തിനാ എന്നെ കാണാൻ ഇത്രയും ദൂരം താണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? കാര്യം പറ, സ്റ്റാൻലി കടുപ്പിച്ച് ചോദിച്ചു. തന്റെ ഭാര്യയുടെ മുൻകാമുകനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന കാര്യം ബാലചന്ദ്രൻ അറിയാമായിരുന്നു. പക്ഷേ ആ ഒരു കാര്യം എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് ബാലചന്ദ്രന് യാതൊരുവിധ നിശ്ചയവും ഉണ്ടായിരുന്നില്ല. അതെങ്ങനെ പറഞ്ഞു തുടങ്ങും? പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ് അവിടെ. ബാലചന്ദ്രൻ തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാൻലിയോട് ഇങ്ങനെ പറയാൻ തയ്യാറെടുത്ത് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.